നല്ല രീതിയിൽ പോകുന്നുണ്ട്, വ്യൂ ഉണ്ട്, എല്ലാം കൊണ്ട് സന്തോഷം. നമ്മുടെ ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം, സ്തുതിച്ചേണ്ട അനുഗ്രഹമായിട്ടാണ് ഞാൻ. പ്രിയപ്പെട്ട സ്തുതി, അങ്ങേക്ക് സ്തുതി. ഇത്രയും നല്ലൊരു വീട് അത് അർഹതയുള്ള കൈകളിൽ എത്താതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്, ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ്. അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല, അത് നിങ്ങൾക്ക് ചീത്തപ്പേരാവും നടക്കുന്നത്. തരാം എക്സാക്ട്ലി. അത് ഇതൊക്കെ കേൾക്കുന്നത് എൻ്റെ ഡിങ്ക. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ ഇത്രയും നാൾ ചോദിക്കാത്തൊരു ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്. രേണു സുധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ രേണു സുധിക്ക് ഒരു സഹായം വേണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചാൽ നിങ്ങൾ ചെയ്യുമോ? അതോടൊപ്പം തന്നെ രേണു സുധിയുടെ കലാപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങളുടെ അകത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇവരോട് നിങ്ങൾക്ക് അടങ്ങാത്ത വെറുപ്പാണോ, അതോ അവർ ഇങ്ങനെ കാണിക്കുന്നത് എന്താ പറയുക, അവരിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകുന്നു, ഒരു പാവ സ്ത്രീയാണ് പക്ഷേ എങ്കിലും അവരെന്താ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണോ നിങ്ങൾക്കുള്ളത്? എന്താണെന്നുള്ള കാര്യം ജെന്യൂനായിട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്നുള്ളത്. ആദ്യം തുടക്കത്തിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങളെ നമ്മളൊരാളുടെയും കലാജീവിതത്തെയും കലാപ്രവർത്തനത്തിനെയും ഒന്നുമില്ല. കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ നമുക്ക് തള്ളിപ്പറയാനോ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. മിതമായ രീതി തന്നെയാണ് ഞാനിതും പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമുക്കത് കണ്ടു നോക്കൂ. ഞങ്ങളുടെ കരിമിഴി കണ്ണാലെ എൻ്റെ നായകൻ പ്രതീഷ്. പിന്നെ ഒരുപാട് ഞങ്ങൾ ഒരുപാട് ആൽബങ്ങൾ ചെയ്തു. എല്ലാം ദൈവം സഹായിച്ച് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഹിറ്റാണ് അല്ലടാ. പിന്നെ കഴിഞ്ഞ ദിവസം ശിവജി ഗുരുവായൂർ സാറുമായിട്ടുള്ള ഒരു ആൽബം ചെയ്തിരുന്നു. അത് സത്യം നമ്മളെ പയ്യനെ മനസ്സിലായി കാണുള്ളൂ. ഓക്കെ, മാപ്പൊക്കെ എന്ന് പറഞ്ഞാണ് മറ്റേതുണ്ടല്ലോ, ഒരു ലക്കി ഡ്രോ സംഭവമൊക്കെ കൊണ്ടുവന്ന് നടത്തിയ സംഭവമാണ്. ഇയാൾക്ക് ഒരു ഫാമിലി വ്ളോഗൊക്കെ ഉള്ള ഒരാളാണ്. ഈ രേണു സുധി ഇപ്പോൾ എവിടെ പോയാലും ഈ പുള്ളിക്കാരനും കൂടെ ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒന്ന് ചെയ്ഞ്ഞാലേ മറ്റൊന്നിന് വളമാവും എന്നുള്ള പറഞ്ഞ ഒരു പരിപാടി പോലെയാണ്. ഈ സ്ത്രീ എന്തായിരുന്നാലും അവർക്കുണ്ടായ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്താണെങ്കിലും അവർ ആ ഒരു സംഭവത്തിൽ തന്നെ പോകാൻ തീരുമാനം എടുത്തതാണ്. നമുക്ക് ആർക്കും മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷേ അതിലൂടെ ചേർന്നൊരു ഇത്തറാണ് ഈ പറയുന്ന വ്യക്തി, പറയാതിരിക്കുന്ന പറ്റത്തില്ല, ഇത്തറ് തന്നെയാണ്. അതിന് ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും കലാപ്രവർത്തനങ്ങൾ നടക്കട്ടെ. നല്ല രീതിയിൽ പോകുന്നുണ്ട്, വ്യൂ ഉണ്ട്, എല്ലാം കൊണ്ട് സന്തോഷം. നമ്മുടെ ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം, സ്തുതിച്ചേണ്ട അനുഗ്രഹമായിട്ടാണ് ഞാൻ. പ്രിയപ്പെട്ട സ്തുതി, അങ്ങേക്ക് സ്തുതി. എന്റെ ഒരു രീതി വെച്ചിട്ട് 13-ാം തീയതി നമ്മുടെ പുതിയ മൂവി പൂജയാണ്. അപ്പൊ നിതീഷ് സാറാണ് അതിന്റെ ഡയറക്ടറായിട്ടെല്ലാം വരുന്നത്. നന്നായി വാ. നല്ല ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വേഷം കിട്ടിയതിന് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും അതിന്റെ രഹസ്യം ഒരു ബോണ്ട് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. ഫാമിലി ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്, അതാണ് ഏറ്റവും മെയിൻ കാര്യം. അപ്പം ഞങ്ങളുടെ കാര്യം ഓക്കെ, ഫാമിലി സപ്പോർട്ട്, മറ്റുള്ള കാര്യങ്ങൾ, സെറ്റിൽ നിന്ന് സെറ്റിലേക്കുള്ള യാത്ര, അവാർഡുകൾ വാങ്ങുന്നു, നല്ലൊരു കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീത്വങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം അവർക്കും ആഗ്രഹമുണ്ട്, അവർക്ക് ഇറങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യണമെന്നുള്ളത്. പക്ഷേ രേണു സുധി ഒരു മാതൃകയാക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയണം. ഞാൻ അഭിപ്രായം പറയത്തില്ല. കാരണം ഇവരൊരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളിന് മുമ്പ് വരെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അവർ കലാമേഖലയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണല്ലോ ഈ ആൾക്കാരുടെ ഈ ഒരു വെറുപ്പെന്ന്. പക്ഷേ കലാമേഖല ഇറങ്ങിയതല്ല ആൾക്കാർക്ക് വെറുപ്പുണ്ടാക്കിയത്. അതിനുശേഷം ഇവർ ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും, ഇവർ പ്രവർത്തിച്ച പല രീതികളും, മറ്റുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ തന്നെ ആ ഋതപ്പൻ എന്ന് പറയുന്ന ആ കുഞ്ഞുകുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകുന്ന കരങ്ങൾ വേറെ ആരൊക്കെയാണ് ആ വീട്ടിനകത്തുള്ളത്? ഇതിനകത്ത് ഋതപ്പൻ്റെയും നമ്മുടെ കിച്ചുവിൻ്റെയും വീടാണെന്ന് പറയുന്ന ആ വീടിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്ന എക്സാക്റ്റ് കാര്യങ്ങൾ വേദനയോടുകൂടി നിങ്ങൾ കേട്ടോ. ഞാനായിട്ട് ഇത് നിങ്ങൾ കണ്ടു തന്നെ നിങ്ങൾ എന്നെ അഭിപ്രായം പറയും. ഇവര് പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം വീഴുക അല്ലെങ്കിൽ ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ഈ ചോരുന്നു എന്ന് പറയുന്നത്, ഈ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വീട് കാണുക. എന്താ പറയുക, കണ്ടംപററി സ്റ്റൈൽ അതൊരു ട്രഡീഷണൽ സെറ്റപ്പും കൂടെ ഒക്കെ ചേർന്നുകൊണ്ട് ചെയ്തേക്കുന്നൊരു വീടാണ്. നല്ല പൈസ ആവുന്ന വീടാണ്. അത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് നോളജ് ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇതുപോലത്തെ ഒരു വീട് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല നിങ്ങൾ. ഞാൻ വളരെ തുറന്നൊരു കാര്യം ചോദിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, ഇന്ന തരത്തിൽ ഇന്ന ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഞാനൊരു വളരെ സാധാരണക്കാരൻ. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണുന്നുണ്ടാവും. റിച്ച് ഉണ്ടാവാം, പുവർ ഉണ്ടാവാം, മിഡിൽ ക്ലാസ് ഉണ്ടാവാം, എല്ലാവരും ഉണ്ടാവും. ഞാൻ ഈ കാര്യത്തിനകത്ത് വീടില്ലാത്ത എത്ര പേരുണ്ട്?
അതല്ല ഇതുപോലുള്ളൊരു വീട് കിട്ടിയ ഇതുപോലത്തെ ഒരു വീടല്ല, ഇതിനെക്കാട്ടിലും ചെറിയൊരു വീടെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. വാടക വീട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. വീടെന്നുള്ള സ്വപ്നവുമായിട്ട് എത്രയോ കാലം കൊണ്ട് ഈ വിദേശ രാജ്യങ്ങളിലും മണലാരണ്യങ്ങളിലും പ്രവാസ ജീവിതത്തിലും പെട്ടുകിടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. കടം കയറി ഒരു വീട് വച്ചിട്ടും അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇവരൊന്ന് എന്തെങ്കിലും ഇത് കാണുമെങ്കിൽ അവർക്കൊരു മനസ്സിലാവണം സമൂഹത്തിൻ്റെ അകത്ത് ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്നുള്ളത്. ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്, മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവർ നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതെങ്കിലും ഒരു ചോർച്ച വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് അത് ചോർച്ചല്ല എന്ന് പറയാം. 2-3 തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി. ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ രേണുസുതി? ആഹാ, കൊള്ളാമല്ലോ. ഈ മനുഷ്യൻ നിങ്ങൾക്ക് വീട് വെച്ച് തന്നു, അയാൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? രേണുസുതി രേണുസുതി ഈ ശ്രുതി എന്നല്ല ഇവരുടെ പേര് വേറെന്തോ ആണ്, എന്തോ രേഷ്മയോ എന്തോ പേരാണ് അവരുടെ പേര്, റിയൽ നെയിം വേറെന്തോ ആണ്. അവർ കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവാനുഗ്രഹം പിന്നെ നമ്മുടെ ശ്രുതിച്ചേട്ടൻ്റെ അനുഗ്രഹം. നമ്മൾ എൻ്റെ അമ്മയൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എപ്പോഴും എത്ര തന്നെ ഉയർന്നു പറന്നാലും താഴെ ഇറങ്ങി തന്നെ സമ്മാനം വാങ്ങണമെന്ന്, അങ്ങനെ ഒരു സംഭവം പറയും. അതായത് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നീ പോകുമ്പോൾ സൂക്ഷിക്കുക, നീ അവിടെ നിന്ന് വെട്ടി വീഴ്ത്തപ്പെട്ട് തിരിച്ച് താഴേക്ക് പതിക്കുന്ന സമയത്ത് നിനക്ക് ചിറകുണ്ടാകത്തില്ല, പിന്നെ പറക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും പറക്കുമ്പോഴും സൂക്ഷിക്കുക. നമ്മളെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു രൂപ തന്നിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ജസ്റ്റ് കൈ തന്നിട്ടോ സഹായിച്ചിട്ടുള്ള ഒരു കൈകളെയും മറക്കരുത്. അതൊരു മിനിമം ഒരിതാണ്, നമ്മളെ സഹായിച്ചവരെ മറക്കരുത്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ്, നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. എൻ്റെ അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ കണ്ടോ, മനഃപൂർവ്വമാണപ്പോൾ. അതായത് നിങ്ങൾക്കെതിരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയും എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ഭീഷണി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇയാൾ ചെയ്ത് തെറ്റെന്ന് അറിയാമോ, ഒരു വീട് വെച്ച് കൊടുത്തതാ. ആ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വളയം പോലത്തെ സാധനം, അത് ശരിക്കും പറഞ്ഞാൽ ആ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ വരുന്നൊരു ചില പർഗോളയൊക്കെ ചോരാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മേളിലൊക്കെ പർഗോള എന്ന് പറയുമ്പോഴേക്കും മറ്റേ ഈ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെള്ളമല്ലല്ലോ വെട്ടമടിക്കുന്ന രീതിയിലേക്ക് മഴയൊക്കെ കാണാനൊക്കെ പറ്റും. അതിൻ്റെ സൈഡൊക്കെ ചിലപ്പോൾ ലീക്കൊക്കെ കാണാറുണ്ട്. ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ കണ്ടു ചില പുതിയ വീടുകളിലും ലീക്ക് വരാറുണ്ടെന്ന്. പക്ഷേ ഇവിടെ പറയുന്നത് നെഗറ്റീവ് ഉണ്ടാക്കാം, സോഷ്യൽ മീഡിയയിൽ കൂടെ പറ്റും. അതായത് രേണുസുതിക്ക് ഭയങ്കര അജ്ഞാനവർത്തികളും ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച ആർക്കെയും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആ വീട് ചോരാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കും? പക്ഷെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഞാനൊരു കാര്യം പറയട്ടെ, പ്രിയപ്പെട്ട ഫിറോസ് KHDC, നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ആയിരിക്കും വർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഈ മലയാളികൾക്കെല്ലാം കുറേ അധികം കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോഴെങ്കിലും പറയാം. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ നാൾ കൊണ്ട് ഇത് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഇൻബോക്സിനടക്കം വരുന്നവരടുത്ത് പറയുന്നത് ഒരു സ്ത്രീ എങ്ങനെ ജീവിച്ചു പോട്ടെ, കാരണം ആ 2 കുട്ടികളെ വളർത്തുന്നതല്ലേ. പക്ഷേ എൻ്റെ ചിന്തയ്ക്കകത്ത് ആ ഒരു കുരുന്നു കുഞ്ഞും അതോടൊപ്പം തന്നെ ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിയൊക്കെ വളർത്തുന്ന, ഡെയിലി ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് എൻ്റെ അമ്മ ഞങ്ങളെ 2 പേരെ എൻ്റെ വളരെ കുടിൽ പോലത്തെ ഒരു വീട്ടിൻ്റെ അകത്ത് എന്നെയും എൻ്റെ ചേട്ടനെയും ഈ മഴ ചോർന്നൊലിക്കുന്ന സ്ഥലത്തും ഞങ്ങളമ്മ കൊണ്ടുപോയി വളരെ വളരെ തുച്ഛമായ പൈസ കിട്ടുന്നത്, അത് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഞാൻ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത്, ആ ഒരു കുട്ടിയും ആ 2 കുഞ്ഞുങ്ങളും ഒക്കെ വളർത്തുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, വേറെ ആരുടെയും തുണയില്ല. അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയ ധാരണയില്ലായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അഥവാ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ട കാര്യങ്ങളുടെ അകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ അവരുടെ കലാമേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങളോ അവർക്ക് അതിനുള്ള താല്പര്യങ്ങളോ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമോ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇതിനകത്തൊന്നും ഞാൻ കടന്നു കയറി സംസാരിക്കത്തില്ല, ഇവരെ നല്ല ആരെയും. പക്ഷേ ഇവർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തീർത്തും നന്ദിയില്ലായ്മയൊക്കെ കാര്യങ്ങളാണ്. അത് നമുക്കൊരിക്കലും സമൂഹത്തിന് ഒരു ഗുണകരമായ കാര്യമല്ല. ചില മൊറാലിറ്റീസ് ഉണ്ടല്ലോ സമൂഹത്തിൻ്റെ അകത്ത്, ചില മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും എടുത്ത് കളയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ്. ആ ഒരു കാര്യവും നമുക്ക് അടുത്ത തലമുറയ്ക്കോ ആർക്കും കൊടുക്കുന്നത് ശരിയല്ല, ഉചിതമല്ല എന്നത് പൂർണ്ണ ധാരണ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ വിമർശിക്കുന്നത്. ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല. കണ്ടോ പാവം ബിസിനസ്സിനെ അവരുടെ മകന് 2 ദിവസം മുന്നേ വീഡിയോ ഉണ്ട്. അതെ, ആ വീഡിയോയിൽ ഞങ്ങൾ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നുവെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇവർ വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടോർ വർക്ക് ചെയ്യില്ല എന്നായിട്ട് വിളിച്ചു ഇവരുടെ ഫാദർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എന്തോ ഇത് ക്ലോക്ക് എന്തോ താഴെ കൊണ്ട് പൊട്ടി നാനെന്തോ പറഞ്ഞിട്ട് വിളിച്ചു.
ഞാനിതിലേക്ക് എന്താ ചെയ്യുക? അതുപോലെ ബൾബ് എന്തോ കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതായിരുന്നില്ല ഞങ്ങളുടെ തീരുമാനം കേട്ടോ. സത്യം പറഞ്ഞാൽ സുധിയുടെ 2 മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അത് നമ്മളൊരു വീടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. നിങ്ങൾ എത്ര പേർ ഓർക്കുന്നു അറിയത്തില്ല, ഈ പുള്ളിക്കാരൻ കുറച്ച് നാളിന് മുമ്പ് ഈ രേണുസുതിയുടെ വിഷയം കത്തിക്കേറി അങ്ങ് ആളിക്കത്തി നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അന്ന് അദ്ദേഹത്തിന് പറയായിരുന്നു. അന്ന് അദ്ദേഹം എന്ത് മിതമായ ഭാഷയിൽ, ഞാനിപ്പോൾ ഓർക്കുന്നു ആ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, അവർക്കും ജീവിക്കണ്ടേ, അവരാണല്ലോ ആ കുടുംബം നോക്കുന്നത്, അവർ കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ, അവരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് എന്തിനാണ് നമ്മൾ എതിർക്കണം എന്നുള്ള കാര്യം. എൻ്റെ സ്റ്റാൻഡും അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ പുള്ളിക്കാരനുള്ള ഭീഷണിയെ പുള്ളിക്കാരൻ നെഗറ്റീവാക്കുമെന്ന് പറഞ്ഞ കാര്യം പോലും ഒരു വാക്ക് പോലും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ആ മനുഷ്യൻ്റെ സ്ഥാപനത്തിനെതിരെ അയാൾക്കെതിരെ ഇനി ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അകത്തോടെ ഇവർ പുറത്തുവിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ദിവസത്തിന് മുമ്പ് ഇവർ എന്ന് വെച്ചാൽ വീട് ചോർന്നൊലിക്കുന്നു എന്നുള്ള കാര്യം. ഇവരെന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ, സംശയാസ്പദമല്ലേ? യൂട്യൂബുകാരൻ അറിഞ്ഞോ നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ ചോദ്യം ചോദിക്കൂ? ഇല്ല. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം വേണമെങ്കിൽ തത്വത്തിലെടുത്താൽ ഇങ്ങനൊരു ലോജിക്ക് പറയാം. അതായത് നമ്മളെ സുധിച്ചേട്ടൻ്റെ ആ ഒരു ഇതൊക്കെ പൊതിഞ്ഞെടുത്ത് ഇതിൻ്റെ അടിയിൽ വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴേ അത് വീട് ചോർന്നൊലിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു പറച്ചിലിന് പിന്നിലാണോ ഇതൊക്കെ സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇയാൾക്കിട്ടൊരു കൊട്ട്, ഇവരുടെ ബിസിനസ് നശിപ്പിക്കണം. എന്തൊരു മനസ്ഥിതിയാണ് അത്, എന്തൊരു മനസ്ഥിതിയാണ് അത്. അല്ലെങ്കിൽ മുട്ടിട്ട് കല്ലിടുക, സ്പോൺസർ ചെയ്യുന്ന വീടുകളാണ് ഈ 5 അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിയിലോ കാര്യങ്ങളോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താം? ഒരിക്കലും ഇല്ല. നിങ്ങൾ വീട് കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അതിനകത്ത് പിശുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഫർണിച്ചർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ടി വി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഡൈനിങ് ടേബിൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, സോഫ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, വാട്ടർ പ്യൂരിഫയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത്, അതോ KHDC എന്ന ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്? ഒരു രണ്ടഭിപ്രായം പൊതുവെ ഗ്രൗണ്ടിലെ നേരത്തെ തന്നെ ഫ്ലവേഴ്സ് ചെയ്തു കൊടുക്കുന്ന ഒരു വാർത്തകളുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല ഇത് KHDC ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് എവിടെയും തുറന്നു പറയും. ഈ വീടിന്റെ വർക്ക് നമ്മൾ തുടങ്ങി ഒരു എൻഡിങ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര ക്രൈസിസ് ഉണ്ടായിരുന്നു. പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല, ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തു നിന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ടില്ലാത്ത. അപ്പോൾ ഞാൻ കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്, ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ്. അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല, അത് നിങ്ങൾക്ക് ചീത്തപ്പേരാവും നടക്കുന്നത്. എക്സാക്ട്ലി അത് ഇതൊക്കെ കേൾക്കുന്നത് എൻ്റെ ഡിങ്ക. ഇങ്ങനെയൊക്കെയാണോ ഒരു നന്ദി ചെയ്തൊരു ഉപകാരം ചെയ്ത ഒരാളടുത്ത് നീ വർക്ക് ചെയ്ത് തരണം? ആ ഒരു തിട്ടൂരം നോക്കണേ, ആ ഒരു ധാർഷ്ട്യം നോക്കണേ, ആ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി നോക്കണേ. പണ്ടൊരു കഥയുണ്ടല്ലോ, ഈ മറ്റേ ഒട്ടകത്തിനിടം കൊടുക്കുക എന്ന് പറയുന്നത്. ഒട്ടകം പുറത്ത് കിടന്ന് തണുത്ത് ഉറക്കിട്ടാന്ന് എഴുതിയിട്ട് ഉള്ളിൽ സ്ഥലം കൊടുത്തപ്പോഴേക്കും കിടന്നുറങ്ങുന്ന ആളിനെ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ വേറൊരു കഥയുണ്ട്, മറ്റേ ഒരു പെരുമ്പാമ്പിനെ വാങ്ങി വളർത്തിയ ഒരു സ്ത്രീയുടെ കഥ. എന്നും വന്ന് അടുത്ത് നടക്കും, അത് സ്നേഹം കൊണ്ടാണെന്ന് കരുതി, പക്ഷെ അത് അളവെടുക്കുകയായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ തിന്നും എന്നുള്ള കാര്യത്തിലേക്ക് വരുന്ന കാര്യം അതുപോലെയാണ്. പിന്നെ വേറെന്തൊക്കെ ഉണ്ട്, മറ്റേ അട്ടയെ പിടിച്ച് മെത്തയി കിടത്തിയാൽ എന്നതടക്കം കുറേ അധികം ഉണ്ട്. വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഭീഷണിയുടെ സ്വരം തന്നെയാണോ നിങ്ങൾക്ക് ചീത്തപ്പേരെന്നൊക്കെ പറയുമ്പോൾ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരില്ല, നിങ്ങൾ ആരോടെ റിക്വസ്റ്റ് ചെയ്ത് ആരെ കൊണ്ട് ഉണ്ടാക്കിച്ചോന്നാണ്. നമസ്കാരം, KHDC രേണുസുതിക്ക്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ നിങ്ങൾ ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറയുന്ന ചാനലിലുണ്ട്, അത് പൂർണ്ണമായും നിങ്ങൾ കാണുക. 1-2 കമൻസും കൂടെ വെറുതെ നോക്കാം. രേണുവിനെ അറിയുന്നവരാരും നിങ്ങളെ സംശയിക്കില്ല, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും. ഇത്രയും നല്ലൊരു വീട് അത് അർഹതയുള്ള കൈകളിൽ എത്താതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. ദൈവമേ, എത്ര നന്ദിയില്ലായ്മയാണ് ഈ കുടുംബം ചെയ്യുന്ന കഷ്ടം. രേണുവിനെ ആരും അംഗീകരിക്കില്ല, നിങ്ങൾ നല്ല ആളുകളാണ്, പ്രവർത്തനങ്ങൾ തുടരുക എന്നൊക്കെ പറയുന്നു. അതൊരു ഡിസൈനാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിവരം കെട്ടവൾ, നന്ദി കെട്ടവൾ എന്നൊക്കെ പറയുന്നു. വെറുപ്പിൻ്റെ സ്വരങ്ങളെല്ലാം പകരുന്നു, ആൾക്കാർ പറയുന്നു. ഈ പറയുന്ന ആൾക്കാർക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ. ഒരു കാര്യമുണ്ട്, നമ്മുടെ സമൂഹം എന്ന് പറയുന്നതിൽ എല്ലാവരും ഒരേ തരത്തിലുള്ള മാനസിക നിലയുള്ളവരാണെന്നില്ല. ഏതൊരു മനസ്ഥിതി ഉള്ളവരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആങ്കർ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഈ കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ അടക്കം കണ്ടു, ഞാൻ ഇത്രയും നാൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മൂപ്പാന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നു. പല കമൻറ്റ് ബോക്സുകളിലും വിഭിന്നമല്ലാത്ത രീതിയിലുള്ള കമൻറ്റുകൾ. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അത്രമാത്രം ഉണ്ടായിരുന്നു. ഞാൻ വളരെ മനസ്സ് തുറന്ന് തന്നെ ഒരു സഹോദരി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ ഇപ്പോഴും അവർ ഒരിക്കലെങ്കിലും പബ്ലിക്കിൽ വന്നിരുന്നിട്ട് എൻ്റെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്ക് വന്നുപോയി, ഞാൻ ഇനി അതൊന്നും അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല, ഇതുവരെ ഞാൻ ചെയ്തതിന് ദയവായി എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്സ് ഉണ്ടാവത്തില്ല എന്ന് ഒരിക്കലെങ്കിലും ഒരു പറഞ്ഞാൽ അന്ന് മുതൽ വീണ്ടും അവരെ ഒന്ന് ആ ഒരു തരത്തിലേക്ക് അവർ തെറ്റ് തിരുത്തിയല്ലോ എന്നൊരു ചിന്തയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നെവർ ആൻഡ് എവർ അതൊരിക്കലും സംഭവിക്കില്ല. അതാണ് ഈ ഇപ്പോൾ കാണുന്ന സംഭവം. ഇവർ വിചാരിക്കുന്നത് ഈ നെഗറ്റിവിറ്റിയുടെ പീക്കിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതെന്നും ഒരു വളർച്ചയായിരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് ഞാൻ പലപ്പോഴും ഞാൻ മിതമായ രീതിയിൽ തന്നെ നിർത്തുന്നതാണ് അത്. കാരണം
നമ്മൾ എന്തിനാണ് നമ്മളിപ്പം ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നൊരു വാക്കുണ്ട്, ചൊല്ലിക്കൊടു തള്ളിക്കള, പറഞ്ഞു കൊടുക്കാം, തല്ലിപ്പഠിപ്പിക്കാം. ഈ മൂന്നാമത്തെ ഇതൊന്നും കേൾക്കാത്ത ഒരാളെ അവർ പിന്നെ വേറെ വഴിയില്ല, അവരെ നമുക്കൊന്നും തിരുത്താൻ പറ്റത്തില്ല. ഒരു സ്വന്തമായിട്ട് മാറ്റം വരുത്തണമെന്നുള്ളതല്ലേ മാറ്റം വരുത്തുള്ളൂ. അത് മാറ്റം വരുത്താൻ താല്പര്യമില്ലാത്തവൻ ആർക്കെങ്കിലും മാറ്റാൻ പറ്റത്തില്ല. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കിച്ചുമോനും അതോടൊപ്പം തന്നെ ആ ഒരു ഋതപ്പനും, ഇവർ രണ്ടുപേരും വളരെ നന്നായിട്ട് വളരണമേ. അവർക്ക് തുണ സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടേണ്ട സാഹചര്യം വന്നാൽ അവരെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, അവരുടെ കൂടെ നിൽക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ നിമിഷം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.